ഹലോ, നമ്മൾ 2-3 ദിവസമായല്ലേ കണ്ടിട്ട്. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടാ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ ആരാ ഗിഫ്റ്റ് തന്നത് ആരാന്നറിയണ്ടേ? വേറെ ആരുമല്ല, നമ്മളെ റഫീഖാന്ന് കേട്ടാ. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണ്. വെഡിങ് ആനിവേഴ്സറി ഇപ്പം അല്ല, മാർച്ചിലാണ്. മാർച്ചിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ശരിക്കും എനിക്ക് താറാണ് ഇഷ്ടം. താർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, 3 ഡോറ്. അപ്പോൾ റഫീഖാറിന് ഏതായാലും നമുക്ക് താറ് വാങ്ങാൻ പറഞ്ഞിട്ട് മാർച്ചിലേക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ 3 ഡോർ എടുത്താൽ ശരിയാവില്ല, കുട്ടികൾക്ക് ഇഷ്ടമല്ല. അത് ബാക്കിലിരിക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ അത്ര സുഖമല്ല, നമ്മൾ ലോങ്ങെല്ലാം പോകുന്നല്ലേ. അപ്പോൾ 5 ഡോർ തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ടെസ്റ്റ് ഡ്രൈവിനെല്ലാം പോയി. ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് എല്ലാം ഇടലുണ്ട്. പിന്നെ താറ് എവിടെ കണ്ടാലും എനിക്ക് കയറണോ ഒന്ന് നോക്കണം. അങ്ങനെ പോയപ്പോൾ അവർ പറഞ്ഞ് അടുത്ത ഒരു കൊല്ലം കഴിയണം, അത്രയും ബുക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ സമയം വരെ കാത്തിക്കാൻ പിന്നെ അടുത്ത വെഡിങ് അനുസരിക്കാൻ പിന്നെ അത് ഇറങ്ങുള്ളൂ. ഏതായാലും ഒരു പുതിയ വണ്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ താറ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള നമുക്ക് രണ്ടാൾക്ക് ഇഷ്ടമുള്ള റഫീഖാക്ക് 700 ഇഷ്ടമാണ്, എനിക്ക് സ്കോർപ്പിയോ ഇഷ്ടമാണ്. അപ്പോൾ 700 നമ്മൾ രണ്ടും നോക്കി. പിന്നെ കുറച്ചും കൂടി ഹൈറ്റും ഇതെല്ലാം തോന്നിയത് സ്കോർപ്പിയോനാണ് 700-നെക്കാണ്. സീറ്റും എല്ലാം കുറച്ച് ഹൈറ്റുള്ള. നമ്മുടെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നത് 7 സീറ്റർ തന്നെയാണ് മഹേന്ദ്രൻ്റെ. അതും അങ്ങനെ നല്ല ഹൈറ്റുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് അതുപോലത്തെ ഒരു വണ്ടി വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ടാണ് സ്കോർപ്പിയോ എടുത്തത്. എല്ലാവരും ചോദിക്കലുണ്ട്, എടുക്കുമ്പോൾ ഏതായാലും മാരുതീൻ്റെ എടുത്തൂടെ, അതല്ലേ മൈലേജ് കിട്ടുക നമുക്ക്, പിന്നെ ലോങ്ങെല്ലാം പോകുന്നില്ലേ നമ്മൾ. മാരുതിൻ്റെ മൈലേജ് ഉണ്ടാവും. സെക്കൻഡ് ഹാൻഡ് ബുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വാല്യൂ ഉണ്ടാവും. പക്ഷെ ഇതിനത് കുറയും. എന്നാലും യാത്ര ചെയ്യാൻ സുഖം മഹീന്ദ്രൻ്റെ വണ്ടി തന്നെയാണ്. പുതിയൊരു വണ്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതുവരെ നമ്മൾ 2-3 വണ്ടി കൈമാറിയെങ്കിലും ഇതുവരെ എടുത്തതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആണ്. പുതിയൊരു വണ്ടി ആദ്യമായിട്ടാണ്. പുതിയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൽ, ബൈക്ക് എടുത്തിട്ടുണ്ട് എങ്കിലും കാർ ആദ്യമായിട്ടാണ് പുതിയൊരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ കർണാടക വണ്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം. കാരണം അധികം നമ്മൾ കർണാടകയിലാണ് ഉണ്ടാകും. ബാംഗ്ലൂർ തന്നെയാണ് അധികം. ജീവിതത്തിന്റെ 3/4 ഭാഗം എന്ന് പറയുമ്പോൾ 3/4 ഭാഗം എന്നല്ല, ഒരു 85% നമ്മൾ കർണാടക തന്നെയാണ്. അതുകൊണ്ട് ഏതായാലും ഒരു കർണാടക വണ്ടി വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേതായാലും സാധിച്ചു. നമ്മൾ വണ്ടി എടുത്തിട്ട് ആദ്യം തന്നെ വരുന്നത് നിങ്ങളെ മുന്നിലേക്കാണ്. അതെ, പിന്നെ ഇന്നാണ് വണ്ടി കിട്ടിയത്. രാവിലെ കിട്ടി. പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന, സ്ഥിരമായിട്ട് കാണുകയും മെസ്സേജ് അയക്കുകയും സപ്പോർട്ട് എല്ലാം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് എന്ത് പറയണമെന്നറിയില്ല, ഒരുപാട് താങ്ക്സ്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നിങ്ങളോട് ഈ സന്തോഷം നമ്മൾ അറിയിക്കാമെന്ന് വിചാരിച്ച. കുറേ കാലമായിട്ട് ഒരു നല്ല വണ്ടി വേണമെന്ന് വിചാരിക്കുന്നു, ഒരു പുതിയ വണ്ടി വേണമെന്ന്. ഇപ്പം സെക്കൻഡ് ഹാൻഡേ നമ്മൾ എടുക്കുകയുള്ളൂ. പിന്നെ വേണ്ടിയിട്ട് കുറേ ആയിട്ടുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു നമ്മൾ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഏതായാലും ആ സ്വപ്നം സാക്ഷാത്കരിച്ച പോലെയാണ്. ഏതായാലും നല്ലൊരു വണ്ടി എടുക്കാൻ പറ്റി, വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ വൈകുന്നേരമായി, മരിഭാഗാനായി. നമ്മള് കൊടകിലേക്ക് പോകുന്നതാണ്. കല്യാണത്തിന് വേണ്ടിട്ട് മോന്റെ കല്യാണമായിരുന്നു. രാവിലെ പോകേണ്ടതായിരുന്നു, ഉച്ചയാകുമ്പോഴേക്ക് അവിടെ എത്തണം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. പക്ഷേ എങ്കിൽ ഇന്ന് മാർക്കറ്റിൽ പോകേണ്ട വന്നു. മാർക്കറ്റിൽ പോകുന്ന ആള് അർജന്റ് നാട്ടിലേക്ക് മംഗലാപുരംകാരനായിരുന്നു, മംഗലാപുരത്തേക്ക് പോയി വന്നു. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ പോയാൽ കാണാൻ പറ്റൂല പോയാൽ, എന്നാലും ഇന്ന് പോകണം എന്നുള്ള ഒരു ഇതുകൊണ്ട് പോകുന്ന. പിന്നെ റഫീഖാന്റെ ഉമ്മ കൊടകിലുള്ള ഉമ്മാനെ കാണണം. ഉമ്മക്ക് സുഖമില്ല, ഉമ്മാനൊന്ന് കാണണം. നാളെ തന്നെ തിരിക്കണം. മറ്റന്നാളെ റാസിക്ക് എക്സാം ആയതുകൊണ്ട് നാളെ തന്നെ തിരിച്ചിങ്ങോട്ട് പോരണം. ഈ പോക്ക് റിസ്ക് ആണ്. ഇന്നിപ്പോ രാത്രി ആവാനായി, നാളെ ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചിങ്ങോട്ട് വരുകയും വേണം. മറ്റന്നാൾ എക്സാം ആയതുകൊണ്ട് കല്യാണത്തിന്റെ അവിടെ എങ്ങനെയാലും പോയിട്ടില്ലെങ്കിൽ അതൊരു രസമില്ല എന്നുള്ള കണ്ടീഷനിൽ അത്രയും പറഞ്ഞതാണ്. അതുകൊണ്ട് റിസ്ക് എടുത്തിട്ട് ഇപ്പൊ തന്നെ പോകുന്നു. പിന്നെ എനിക്ക് ഇന്നിടാൻ വേണ്ടിയിട്ടുള്ള ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നത് നമ്മളെ വീട്ടിനടുത്ത്, അതായത് മട്ടന്നൂർ 19 മൈലുള്ള ടെൻസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലുള്ളവരാണ്. ഇവിടെ റെഡിമെയ്ഡ് ഡ്രസ്സുകളും ഉണ്ട്, അല്ലാണ്ട് മെറ്റീരിയൽസും ഉണ്ട്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്ത് ആ കളറ് നമുക്ക് ഇഷ്ടമായില്ല, വേറെ ഏതെങ്കിലും കളറ് വേണമെന്നുണ്ടെങ്കിൽ അവരത് ഡൈ ചെയ്ത് തരും. ഇതാണ് അവരുടെ ഡൈ ചാർട്ട്. ഇതിലുള്ള ഏത് കളറ് നമുക്ക് വേണമെങ്കിലും അവർ ചെയ്ത് തരും. പിന്നെ നമുക്ക് ഡ്രസ് കോഡെല്ലാം ആക്കണം എന്നുണ്ടെങ്കിൽ ഏതാ കളറ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി. അവർ നന്നായിട്ട് അവിടെ നിന്ന് തന്നെ ഡൈ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും. അവരെ സ്റ്റിച്ചിങ് ആയാലും കസ്റ്റമർ സർവീസ് ആയാലും എല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.
വണ്ടീൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഷോറൂമിലുള്ള ആളോട് തന്നെ ചോദിക്കാം. Sir, hi sir. ವಿಶ್ವ ಅವರೇ, Congratulations once again for your car. ಥ್ಯಾಂಕ್ ಯು ಇದು ವಿಶ್ವ ಮಹೀಂದ್ರದು ನಮ್ಮದು ಡೀಲರು. ಸರಿ ವಿಶ್ವ, ಸ್ವಲ್ಪ ಹೇಳಿ ಇದೊಂದು ಫೀಚರ್ಸ್. ಫಸ್ಟ್ ಇಲ್ಲಿ ನಿಮ್ಗೆ ಸಿಂಗಲ್ ಟಚ್ ಇರುತ್ತೆ. ಇದು ಸಿಂಗಲ್ ಟಚ್ ಮಾಡಿದ್ರೆ ಫುಲ್ ಬಿಡುತ್ತೆ. ಓಕೆ, ಕೆಳಗೂ ಹೆಂಗೆ ಇರುತ್ತೆ ಪವರ್ ಬಟನ್, ಒಂದೇ ಒಂದು ಬಟನ್. ಬಟ್ ಇವು ಬೇರೆ ಡೋರಿಗೆಲ್ಲ ಏನಿರುತ್ತೆ ಅಂದ್ರೆ ಮ್ಯಾನುವಲ್ ಇರುತ್ತೆ. ಓಕೆ, ಕರೆಕ್ಟ್. ಹಿಂಗ್ ಇಟ್ಕೊಬೇಕಾಗುತ್ತೆ. ಓಕೆ, ಇದು ನಿಮ್ಮ ಔಟರ್ ವಿಯರಮ್ ಚೇಂಜ್ ಮಾಡ್ಕೊಳಕ್ಕೆ. ಚೇಂಜ್ ಮಾಡ್ಕೊ. ಓಕೆ, ಹಿಂಗೆ ಇಟ್ಟಿದ್ರೆ ಇದು ಜಾಯ್ಸ್ಟಿಕ್ ನೀವು ಈ ಕಡೆ ಮಾಡಿದ್ರೆ ಅದು ಆ ಕಡೆ ಬರುತ್ತೆ, ಫುಲ್ ಆ ಕಡೆ ಮಾಡಿದ್ರೆ ಆ ಕಡೆಯಿಂದ ನೀವು ಸೆಟ್ ಮಾಡ್ಕೊಬಹುದು ಜಾಯ್ಸ್ಟಿಕ್. ಆಪಲ್ ಕಾರ್ ಪ್ಲೇ ಇದೆ, ಇಲ್ಲಿ ಮ್ಯೂಸಿಕ್ ಸಿಸ್ಟಮ್ ಬರುತ್ತೆ, ಫೋನ್ ಬುಕ್ ಇದೆ, ಇನ್ ಬಿಲ್ಡ್ ನೇವಿಗೇಷನ್ಸ್ ಇದೆ, ಇದು ಅಪ್ಲಿಕೇಶನ್ಸ್ ಇದೆ. ಇದು ನಿಮ್ಗೆ ಅಷ್ಟೊಂದೇನು ಯೂಸ್ ಆಗಲ್ಲ, ಬಟ್ ಏನೋ ಒಂದು ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಏನೋ ಕ್ಯಾಮ್ರಾ ಹಾಕಿಸ್ಕೊಂಡಿದ್ರೆ, ಡ್ಯಾಶ್ ಕ್ಯಾಮ್ರಾ ಹಾಕಿಸ್ಕೊಂಡಿದ್ರೆ ಅಂದ್ರೆ ಇಲ್ಲೆಲ್ಲ ನಿಮ್ಗೆ ಫೋಟೋಸ್ ಇರುತ್ತೆ. ಈ ಗ್ಯಾಲರಿ ಅಂತ ಓಪನ್ ಮಾಡಿದಾಗ ಇಲ್ಲಿ ಏನ್ ಬರುತ್ತೆ ಅಂದ್ರೆ ಈ ಹಿಂದೆಗಡೆಯಿಂದ ಯಾರೋ ನಿಮ್ ಗಾಡಿ ಹಿಂದೆ ನಿಂತ್ಕೊಂಡಿದ್ದಾರೆ, ರಿವರ್ಸ್ ಕ್ಯಾಮ್ರಾ ಹಾಕಿದಾಗ ಅಲ್ಲೊಂದು ಆಪ್ಷನ್ ಇರುತ್ತೆ ಸ್ಕ್ರೀನ್ ಶಾಟ್ ಅಂತ, ಅದು ಕ್ಲಿಕ್ ಮಾಡಿದ್ರೆ ಇಲ್ಲೆಲ್ಲ ಫೋಟೋಸ್ ಎಲ್ಲ ಬಂದ್ಬಿಡುತ್ತೆ ನಿಮಗೆ. ಓಕೆ, ಆಂಡ್ರಾಯ್ಡ್ ಆಟೋ ಡಿವೈಸ್ ಇವಾಗ ಆ್ಯಡ್ ಮಾಡೋದು ಹೆಂಗಿರುತ್ತೆ ಅಂದ್ರೆ ಇಲ್ಲಿ ಆ್ಯಡ್ ಡಿವೈಸಸ್ ಅಲ್ಲಿ ಬರಬೇಕು. ನಾನು ಹೇಳ್ತೀನಿ ನೋಡಿ, ಇಲ್ಲಿ ಸೆಟ್ಟಿಂಗ್ಸ್ ಬರಬೇಕು. ಓಕೆ, ಫೋನ್ ಆ್ಯಡ್ ಡಿವೈಸಸ್, ಲುಕ್ ಫಾರ್ ಡಿವೈಸಸ್ ಇನ್ ರೇಂಜ್ ಅಂತ ಹೊಡಿಬೇಕು. ಬ್ಲೂಟೂತ್ಗೆ ಇವಾಗ ಈಗ ಯಾರ್ದಾದ್ರು ಓಪನ್ ಇದ್ರೆ ಇಲ್ಲಿ ಬರುತ್ತೆ, ಕ್ಲಿಕ್ ಮಾಡಬೇಕು. ಇಲ್ಲಿ ಡಿವೈಸ್ ಲಿಸ್ಟ್, ಇಲ್ಲಿ ಯಾರ್ದು ಕನೆಕ್ಟ್ ಆಗಿದೆ ಅಂತ. ಬ್ಲೂಟೂತ್ ಇದು ಆನ್ ಆಫ್ ಮಾಡೋಕ್ಕೆ. ಈಗ ಇಲ್ಲಿ AC ಇದು ಇವಾಗ ಸಿಂಗಲ್ ಇದೆ, ಬರೀ ಅಪ್ಪರ್ ಇದೆ. ಓಕೆ, ಅಪ್ಪರ್ ಇದೆ, ಅಪ್ಪರ್. ಈಗ ನಿಮಗೆ ಕಾಲಿಗೂ ಬೇಕು ಅಂದಿದ್ರೆ ಇದು ಬಟನ್, ಬರೀ ನಿಮಗೆ ಕಾಲಿಗೆ ಬೇಕಂದ್ರೆ ಇದು ಓಪನ್. ಈಗ ಇದು ಏನಾಗುತ್ತೆ ಅಂದ್ರೆ ಡ್ಯೂ ಇದ್ದಾಗ ಗ್ಲಾಸಿಗೂ ಆಗುತ್ತೆ, ನಿಮ್ ಕಾಲಿಗೂ ಬಂದ್ಬಿಟ್ಟು ಇದು ಓಪನ್ ಮಾಡಿದಾಗ ಇದು ಆಟೋಮೆಟಿಕ್ ಗ್ಲಾಸ್ ಆಗುತ್ತೆ. ಗ್ಲಾಸ್ ಎಲ್ಲ ಸ್ವಲ್ಪ ಕ್ಲೀನ್ ಆಗಬೇಕಂದ್ರೆ ಇದು AC ಅಂತ. ಇದು AC ಆನ್ ಮಾಡಿದ್ರೆ ಇವಾಗ AC ಆನ್ ಆಯ್ತು. ಇದು ಫುಲ್ ಕೋಲ್ಡ್, ಇದು ಫುಲ್ ಹಾಟ್. ಇದು ಪಾರ್ಕಿಂಗ್ ಲೈಟ್, ಇದು ಟ್ರಾಕ್ಷನ್ ಕಂಟ್ರೋಲ್. ಇದು ಮಳೆಗಾಲದಲ್ಲಿ ಇವಾಗ ನೀವು ಸ್ಪೀಡ್ ಹೈವೇ ಮೇಲೆ ಹೋಗ್ತಿದ್ದೀರಾ ಅಂದ್ರೆ ಟ್ರಾಕ್ಷನ್ ಕಂಟ್ರೋಲ್ ಅಂತ ಇರುತ್ತೆ. ಈಗ ಆನ್ ಮಾಡ್ಕೊಂಡಿದ್ರೆ ಅಲ್ಲಿ ಆನ್ ಆಗುತ್ತೆ ತೋರಿಸುತ್ತೆ. ಇದು ಬೆಸ್ಟ್ ಟ್ರಾಕ್ಷನ್ ಕಂಟ್ರೋಲ್, ಸ್ಪೀಡ್ ಕಂಟ್ರೋಲ್ ಮಾಡಿಬಿಟ್ಟು ನಿಮ್ಗೆ ಜಾಸ್ತಿ ಜಾರಗಬಾರ್ದು ಅಂತ. ಇದು ಆಟೋ ಸ್ಟಾಪ್ ಅಂಡ್ ಗೋ. ಇದು ನೀವು ಯಾವಾಗಲೂ ಹೋಗ್ಬೇಕಂದಿದ್ರೆ ನಿಮ್ಗೆ ಏನ್ ಮಾಡಿ ಅಂದ್ರೆ ಟ್ರಾಫಿಕ್ ಅಲ್ಲಿ ಇದು ಆಫ್ ಮಾಡ್ಕೊಳ್ಳಿ. ಏನೋ ಒಂದು ಹೈವೇ ಅಲ್ಲಿ ನೀವು ತುಂಬಾ ಹೋಗ್ತಿದ್ದೀರ ಅಂದ್ರೆ ಅಷ್ಟೇ ಆನ್ ಮಾಡ್ಕೊಳ್ಳಿ. ಓಕೆ ಸರ್. ಇದು ಡ್ರೈವ್ ಮೋಡ್ಸು. ಡ್ರೈವ್ ಮೋಡ್ಸು ಅಂದ್ರೆ ಅಲ್ಲಿ ತೋರಿಸುತ್ತೆ ನೋಡಿ, ಜಿಪ್ ಜ್ಯಾಪ್ ಝೂಮ್ ಅಂತ. ಈಗ ಜಿಪ್ ಜ್ಯಾಪ್ ಝೂಮ್ಗೆ ಕ್ಲಿಕ್ ಮಾಡಿಬಿಟ್ಟು ಅಲ್ಲಿ ಟ್ಯಾಪ್ ಮಾಡಬೇಕು. ಇವಾಗ ಪ್ರೆಸೆಂಟ್ ಏನ್ ಮೋಡ್ ಇದೆ, ಇದು ಒಂದ್ 2 ಸರ್ವಿಸ್ ಆಗೋವರೆಗೂ ಇರ್ಲಿ ಹಂಗೆ, ಏನು ಮೋಡ್ಸ್ ಆಕ್ಟಿವೇಟ್ ಮಾಡಬೇಡಿ, ಹಿಂಗೆ ಓಡ್ಲಿ. ಒಂದ್ ಫಸ್ಟ್ ಸರ್ವಿಸ್ ಆಗೋವರೆಗೂ ಓಡ್ಲಿ. ಇದು ಹ್ಯಾಂಡ್ ಬ್ರೇಕ್. ಫಸ್ಟ್ ಸರ್ವಿಸ್ ಎಷ್ಟು ಕಿಲೋಮೀಟರ್ ಸರ್ 1000-2000 ಕಿಲೋಮೀಟರ್ಸ್ ಇಲ್ಲ 1 ಮಂತ್ ಇದೆ ನಿಮ್ದು. ಯಾವ್ದು 1 ಮಂತ್ ಅಲ್ಲಾದರೆ 2000 ಕಿಲೋಮೀಟರ್, ಅದು ಒಳಗಡೆ ಯಾವ್ದು ಅದಕ್ಕೆ ಬಿಟ್ಟು ಇವಾಗ ಇದು ನೀವು ಯಾವಾಗ್ಲೂ ಗಾಡಿ ಸ್ಟಾರ್ಟ್ ಮಾಡ್ಬೇಕು, ಗಾಡಿ ನಿಲ್ಸ್ಬೇಕು ಅಂದಿದ್ರೆ ಇದು ಬ್ರೇಕ್ ಹಿಡದೆ ಇರ್ಬೇಕು. ಬ್ರೇಕ್ ಹಿಡಿದ್ಬಿಟ್ಟು PL ಹಾಕ್ಬೇಕು, ಗಾಡಿ ಆಫ್ ಮಾಡ್ಬೇಕಾಗಿತ್ತು. ನೆಕ್ಸ್ಟ್ ನೀವು ಗಾಡಿ ಸ್ಟಾರ್ಟ್ ಮಾಡಿದಾಗ ಗಾಡಿ ಕ್ಲಚ್ ಹಿಡಿದಿದ್ರೇನೆ, ಕ್ಲಿಕ್ ಮಾಡಿದ್ರೇನೆ ಗಾಡಿ ಸ್ಟಾರ್ಟ್ ಆಗೋದು. ಅದು ಬಿಟ್ಟು ನೀವು ಪಾರ್ಕಿಂಗ್ ಮಾಡಲ್ ಇಟ್ಟು ಗಾಡಿ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತೀರ ಅಂದ್ರೆ ಒಂದೊಂದ್ಸರಿ ಆಗಲ್ಲ. ಓಕೆ, ನೀವೇನ್ ಮಾಡ್ಬೇಕು, ಅದು ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ಮೇಲೆ ಬ್ರೇಕ್ ಪ್ರೆಸ್ ಮಾಡಿದ್ಮೇಲೆ ಡೈರೆಕ್ಟ್ ಡಿ ಬರ್ಬೇಕು. ಡ್ರೈವಿಂಗ್ ಮೋಡ್. ಎಸ್, ಡ್ರೈವಿಂಗ್ ಮೋಡ್ ಬಂದಾಗ ಏನಾಗುತ್ತೆ, ಜಸ್ಟ್ ಕ್ಲಚ್ ಬಿಟ್ಟಿದ್ರೆ ಡ್ರೈವಿಂಗ್ ಮೋಡ್ ಆಗುತ್ತೆ. ನೀವು ಎಲ್ಲ ಗಾಡಿ ನಿಲ್ಸಿದ್ರು ಯು ಹ್ಯಾವ್ ಟು ಮೇಕ್ ಇಟ್ ಇನ್ ಪಾರ್ಕಿಂಗ್ ಮೋಡ್. ರಿವರ್ಸ್ ಸೆಂಟ್ರಲ್ ಬರುತ್ತಲ್ಲ, ರಿವರ್ಸ್ ಜಸ್ಟ್ ಇಷ್ಟೇ, ನೀವು ಕ್ಲಚ್ ಹಿಡೀರಿ, ಈಗ ರಿವರ್ಸ್ ಬಂತು. ಇಲ್ಲಿ ಇಷ್ಟೊಂದು ಆಪ್ಷನ್ಸ್ ಇದೆ ನಿಮ್ಗೆ, ಬ್ರಾಡ್ ವ್ಯೂ, ಸೈಡ್ ವ್ಯೂ, ಸಕಡೆದು ಹಿಂಗ್ ಪಾರ್ಕಿಂಗ್ ಮಾಡ್ಕೊಳ್ಳೋದು, ಎಲ್ಲಿ ಜಾಗ ಸಿಕ್ಕಾಗ್ತಿದೆ ಅಂತ ಎಲ್ಲ ತೋರಿಸುತ್ತೆ. ಓಕೆ ಸರ್, ಇವಾಗ ಪಾರ್ಕಿಂಗ್ ಮಾಡಲ್ ಹಾಕಿ ಅದು ಆಟೋಮೆಟಿಕ್. ನೀವು ಒಂದು ಸ್ಪೀಡ್ ಹೋದಾಗ ಅದು ಕ್ಲೋಸ್ ಆಗುತ್ತೆ. ಇದು ಇಷ್ಟೇ ಇರೋದು. ವೈಫರ್ ಆಟೋಮೆಟಿಕ್ ಅಲ್ಲ, ಆಟೋಮೆಟಿಕ್ ಅದು ನೀರು ಬಂದಾಗ ಆನ್ ಆಗುತ್ತೆ, ಅಲ್ಲ ಆಟೋಮೆಟಿಕ್. ಓಕೆ ಸರ್. ಓಕೆ ಫೈನ್, ಓಕೆ, ಥ್ಯಾಂಕ್ ಯು ಮ್ಯಾಮ್. ಜಸ್ಟ್ ಸಿಂಗಲ್ ಟಚ್. ಓಕೆ, ಸಿಂಗಲ್ ಟಚ್ ಇದು ಒಂದೇನಿದೆ ಅಂದ್ರೆ ಇವಾಗ ಹಿಂಗೆ ಕ್ಲೋಸ್ ಆಯ್ತಲ್ಲ, ಇದು ನೀವು ಕ್ಲೋಸ್ ಮಾಡ್ಕೊಂಡು ಅಷ್ಟೇ. ಇದು ಹೋಗಬೇಕಾಗಿದ್ರೆ 2 ಆಟೋಮೆಟಿಕ್ ಹೋಗುತ್ತೆ, ಬರಬೇಕಾಗಿದ್ರೆ ಓನ್ಲಿ ಯು ಹ್ಯಾವ್ ಟು ಕ್ಲೋಸ್. ಆಯ್ತಾ ಸರ್? ಥ್ಯಾಂಕ್ ಯು ವಿಶ್ವ.